നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് 2025 മാർച്ച് 3 മുതൽ ഇവിടെ പറയുന്ന ചില നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. അതായത് ഇവരുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ വന്നു ചേരും. ആ ഭാഗ്യ നക്ഷത്ര ജാതകർ ആരൊക്കെയെന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ തലവര മാറി മറിയുന്ന സാഹചര്യങ്ങളാണ് മാർച്ച് മാസം പൊതുവെ വന്നു ചേരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത്. ഈശ്വരാനുഗ്രഹങ്ങളും കുടുംബ ഐശ്വര്യങ്ങളും കുടുംബ ചൈതന്യങ്ങളും ജീവിതത്തിൽ വന്നു ചേരുവാനുള്ള ഭാഗ്യയോഗങ്ങൾ അതിസമ്പന്നമായൊരു കാലഘട്ടമാണ്. ഉറപ്പായും നിങ്ങൾ കുടുംബക്ഷേത്രങ്ങളിൽ പോയി നിങ്ങളുടെ കുടുംബ ദേവി ദേവന്മാരുടെ ഇഷ്ട വഴിപാടുകളൊക്കെ നടത്തിപ്പിക്കുക. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സർവൈശ്വര്യം വന്നു ചേരുവാനും ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ തേടി വരുവാനും കാരണമായി തീരുന്നതാണ്. എന്തുതന്നാലും ആ ഭാഗ്യ നക്ഷത്ര ജാതകർ ആരൊക്കെയെന്നതിനെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബൈശ്വര്യത്തിനും അതുപോലെ തന്നെ ബിസിനസ് സംരംഭമായിട്ടുള്ള പരാജയങ്ങൾ മാറുന്നതിനും ശത്രുദോഷം എന്നുവേണ്ട സകലവിധമായ പ്രശ്നത്തിനുമുള്ള പരിഹാരം ഈ ഒരു പൂജ കൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും. ഈ പൂജ നടത്തുന്നതിന് പ്രത്യേകിച്ച് പണച്ചിലവുള്ള കാര്യങ്ങളൊന്നുമില്ല. വളരെ സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക. ഏത് ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജിലൂടെ അറിയിപ്പിക്കുന്നതാണ്. അന്നേ ദിവസം നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സമർപ്പിക്കുക. പൂർണ്ണമായും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങൾ സർവേശ്വരൻ്റെ മുമ്പിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഉറപ്പായും ഈ പ്രാർത്ഥനയോടുകൂടി തന്നെ നിങ്ങളുടെ സമർപ്പണവും ഒരുപോലെ വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടുന്നതായിരിക്കും. ധൈര്യമായിട്ടിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയും പ്രശ്നത്തെയും നമുക്ക് പൂജ കൊണ്ട് മാറ്റിയെടുത്ത് ഒരു സന്തോഷകരമായിട്ടുള്ള കുടുംബജീവിതം നിങ്ങൾക്ക് നയിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കും. അതുപോലെ തന്നെ ഒത്തിരി ആൾക്കാരുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായെന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ഇനിയും നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാം. ഇതിനാലും ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന ഭാഗ്യ നക്ഷത്ര ജാതകരിൽ ഒന്നാമതായിട്ടുള്ള നക്ഷത്ര ജാതകർ അശ്വതിയാണ്. ജീവിതത്തിൽ വളരെ മികച്ചൊരു സമയമാണ് അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം തെളിഞ്ഞു നിൽക്കുന്നത്. ധനലാഭങ്ങളും സാമ്പത്തിക പുരോഗതികളും തൊഴിൽ നേട്ടങ്ങളുമാണ് ഈ നക്ഷത്ര ജാതകർക്ക് മുന്നിട്ട് നിൽക്കുന്നത്. ഗ്രഹനിർമ്മാണം പൂർത്തീകരിക്കുവാനൊരു അവസരം അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തെളിഞ്ഞു കിട്ടുന്നതായിരിക്കും. മനസ്സിലെ വിഷമതകളും സങ്കടങ്ങളൊക്കെ മാറും. ഉറപ്പായും നിങ്ങൾക്ക് ഒത്തിരി മാറ്റങ്ങളൊക്കെ ഉണ്ടായി ജീവിതം നല്ല രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വിധേയപ്പെടുന്നൊരു സമയമൊക്കെയാണ്. ഉറപ്പായും നിങ്ങൾ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക, പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ അടുത്ത് ഭരണി നക്ഷത്രമാണ്. ഈ ഭരണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് തന്നെ നിങ്ങളുടെ പ്രാർത്ഥന ഈശ്വരൻ കേട്ട് നിങ്ങൾക്കതിനുള്ള പ്രതിവിധി കൊണ്ടുവരുന്ന സമയമാണ്. അതിരാവിലെ കുളിച്ച് വൃത്തിയായി ക്ഷേത്രത്തിൽ പോയി ദൈവത്തോട് പൂർണ്ണതം അർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈ ഭരണി നക്ഷത്രക്കാർ ഈശ്വരനെ വിളിച്ചപേക്ഷിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വിളി കേൾക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സകല സങ്കടങ്ങൾക്കുമുള്ള പരിഹാരങ്ങൾ ഈശ്വരൻ തരുന്ന സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വളരെ വിശ്വാസത്തോടു കൂടി അർപ്പണ മനോഭാവത്തോടു കൂടി ഈശ്വരനെ വിളിച്ചപേക്ഷിക്കുക. അതിനുശേഷം നിങ്ങളുടെ തൊഴിൽ ഏതാണോ ആ തൊഴിലിന് ഇറങ്ങി പുറപ്പെടുക. ഉറപ്പായും നിങ്ങൾക്ക് ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും സർവ്വ സാമ്പത്തിക നേട്ടങ്ങളും ജീവിതത്തിൽ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും. അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ്. കാർത്തിക നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുവാൻ കഴിയുന്ന സമയമാണ്. അതായത് നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും മനസ്സിലെ വളരെയധികം വിഷമതകൾ, സങ്കടങ്ങൾ, പ്രതിസന്ധികൾ, മാനസിക പിരിമുറുക്കങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് മാറി കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് നല്ല വഴി തുറന്നു കിട്ടുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങളും ചൈതന്യങ്ങളും നിങ്ങളിലും നിങ്ങളുടെ കുടുംബത്തും വന്നു ചേർന്ന് നിങ്ങൾക്ക് വലിയ തോതിലുള്ള സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് നിങ്ങളുടെ ജീവിതം എത്തിച്ചേരുവാനും ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങളുകൊണ്ട് ഭാഗ്യം സിദ്ധിക്കുന്നതാണ്. ഉറപ്പായും കുടുംബസമേതം ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക. അതുപോലെ തന്നെ കുടുംബത്തെ ഐക്യതയില്ലായ്മയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഉറപ്പായും മാറിക്കിട്ടുന്നതായിരിക്കും. ഈശ്വരൻ്റെ ചൈതന്യം ധാരാളം ലഭിക്കുന്ന ഈ സമയം നിങ്ങൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്തുക. ഈശ്വരൻ നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ കൈപിടിച്ചുയർത്തുക തന്നെ ചെയ്യുന്നതായിരിക്കും. അടുത്തത് മകയിരം നക്ഷത്ര ജാതകരാണ്. മകയിരം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ
വലിയ തോതിലുള്ള സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുവാൻ കാരണമാകുന്ന സമയമാണ് നിങ്ങൾക്ക്. നിങ്ങൾക്ക് ഇതുവരെയുമുള്ള പോലുള്ള സമയമല്ല ഇനി അങ്ങോട്ടുള്ളത്. ഇനി അങ്ങോട്ട് നിങ്ങളുടെ സകല കടങ്ങളെയും മാറ്റി നിർത്താൻ കഴിയുന്ന സമയമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ, വീട് വെക്കണമെന്നുള്ള ആഗ്രഹമായിരിക്കാം, വസ്തു മേടിക്കണമെന്നുള്ള ആഗ്രഹമായിരിക്കാം, എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും പൂർത്തീകരിച്ച് നിങ്ങൾക്ക് മുമ്പോട്ട് പോകുവാൻ കഴിയുന്നൊരു സമയത്തിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത്. ഉറപ്പായും ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി നേട്ടങ്ങളും സാമ്പത്തിക അഭിവൃദ്ധികളും ഉയർച്ചകളും നിങ്ങൾക്കുണ്ടാവുന്നതായിരിക്കും. അതുപോലെ തന്നെ വാഹനം മേടിക്കുവാൻ നിൽക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരണം ഉണ്ടാകുന്ന സമയവും കൂടിയാണ് നിങ്ങൾക്ക് ഈ മാർച്ച് മാസം. പൊതുവെ വളരെ അനുകൂലമായിട്ടുള്ള സമയം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങളിലെ തടസ്സങ്ങളൊക്കെ മാറി നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക, മനസ്സിരുത്തി ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഉറപ്പായും വലിയ വലിയ മാറ്റങ്ങളും നേട്ടങ്ങളും ഉണ്ടാകുന്നതായിരിക്കും. അടുത്തത് പുണർതം നക്ഷത്ര ജാതകരാണ്. പുണർതം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ വലിയ തോതിലുള്ള സാമ്പത്തിക അഭിവൃദ്ധികളും ധനൈശ്വര്യങ്ങളും വന്നു ചേർന്ന് നിങ്ങളുടെ ദുഃഖ ദുരിതങ്ങളെല്ലാം മാറി നല്ല രീതിയിലുള്ള നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ്. ഈ സമയം നിങ്ങൾക്കുറപ്പായും വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടുന്ന സമയമാണ് നിങ്ങൾക്ക്. നിങ്ങൾ ആഗ്രഹിച്ച ഏത് തൊഴിലാണോ ആ തൊഴിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിന് ആത്മസംതൃപ്തിയോടുകൂടിയുള്ള ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ടാകും. അതുപോലെ തന്നെ ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കുവാൻ തയ്യാറാവുക. നിങ്ങളതുകൊണ്ട് തന്നെ പൂർണ്ണതും ഈശ്വരൻ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങൾ പ്രവർത്തിക്കുക. ഉറപ്പായും നിങ്ങൾ ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഗണപതി ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിക്കുക. ഗണപതിക്ക് നാളികേരമുടച്ച് ഒരു കറുകമാല സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. എൻ്റെ വിഘ്നേശ്വര, എൻ്റെ ബുദ്ധിമുട്ടുകളും എൻ്റെ തടസ്സങ്ങളും വിഘ്നങ്ങളെല്ലാം മാറ്റി എൻ്റെ ജീവിതത്തിൽ സർവ്വൈശ്വര്യത്തിലേക്ക് എന്നെ എത്തിക്കണമേ എന്ന് നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിക്കുക. ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി മാറ്റങ്ങളും നേട്ടങ്ങളും ഉറപ്പായും കൊണ്ടുവരുന്നതായിരിക്കും. അടുത്തത് പൂയം നക്ഷത്ര ജാതകരാണ്. ഈ പൂയം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ നല്ല രീതിയിലുള്ള ധനാഭിവൃദ്ധിയുടെ സമയമാണ്. നല്ല രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും. നിങ്ങൾക്ക് ലോട്ടറി ഭാഗ്യങ്ങൾ അടിക്കുവാനും അല്ലെങ്കിൽ ലോട്ടറി അടിക്കുവാനുള്ള സാധ്യതകൾ വളരെ തെളിഞ്ഞു നിൽക്കുന്ന സമയമാണ്. ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നതും നിങ്ങൾ കൊതിച്ചതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിഷ്പ്രയാസം നിങ്ങൾക്ക് നേടിയെടുക്കുവാനും കഴിയുന്ന വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയത്തിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത്. ഈശ്വര വിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കുക. പൂർണ്ണതും സർവേശ്വര അർപ്പിച്ച് നിങ്ങൾ പ്രവർത്തിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിക്കിട്ടുന്നതായിരിക്കും. ഒത്തിരി ഒത്തിരി ധനാഭിവൃദ്ധികളും ധനൈശ്വര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടായിക്കിട്ടുന്ന സമയമൊക്കെയാണ്. ഒത്തിരി ഒത്തിരി അഭിവൃദ്ധിയൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിലുണ്ടാകും. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രക്കാർക്കും ഈശ്വരാനുഗ്രഹത്തിൻ്റെ ഒരു സമയമാണ്. നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ധനാഭിവൃദ്ധിയും ഐശ്വര്യങ്ങളും വന്നു ചേർന്ന് വലിയ തോതിലുള്ള സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് നിങ്ങളുടെ ജീവിതം എത്തിച്ചേരുവാൻ യോഗമുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും അകന്ന് നല്ല രീതിയിലുള്ള ജീവിത വിജയങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കുവാൻ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ സമയം നിങ്ങൾക്ക് കഴിയുന്നതാണ്. നിങ്ങളുടെ പൂർണ്ണ ദുഃഖങ്ങളെല്ലാം വെടിഞ്ഞ് സമ്പൂർണ്ണ വിജയത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുക തന്നെ ചെയ്യുന്നതായിരിക്കും. ഉറപ്പായും ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നതാണ്. ഈ നക്ഷത്ര ജാതകർ സർപ്പക്കാവുകളിൽ പോയി നൂറും പാലും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും മാറി നിങ്ങൾക്ക് ഉയർച്ചയും ഉന്നതികളും കാര്യവിജയങ്ങളും ജീവിതത്തിൽ കൈവരിക്കുവാനുള്ള ഈശ്വരാനുഗ്രഹങ്ങൾ ലഭിക്കുന്നതാണ്. ഉറപ്പായും ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി നേട്ടങ്ങളും ഒത്തിരി ഒത്തിരി വിജയങ്ങളും നിങ്ങൾക്ക് ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ കൈവരിക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതാണ്.